ഹായ് ഓൾ, എല്ലാവർക്കും എജ്യൂബ്ലിസ്റ്റ് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇംഗ്ലീഷിലെ കുറച്ച് സ്പെഷ്യലായിട്ട് സെലക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഈ വീഡിയോ എല്ലാ കാറ്റഗറീസുള്ള എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്കും ഉപകാരപ്പെടുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദ ടീം ഓഫ് പ്ലേയേഴ്സ് ഡാഷ് പ്രാക്ടീസിങ് ഫോർ ദി ചാമ്പ്യൻഷിപ്പ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓപ്ഷൻസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്താണ്. ആറുണ്ട്, ഈസ് ഉണ്ട്, വേറുണ്ട്, ഹാവ് ബീൻ ഉണ്ട്. നമ്മൾ മോസ്റ്റ് പ്രോബബ്ലി മിക്കവാറും ആൾക്കാർ ഏതായിരിക്കും കൊടുക്കുക? ജസ്റ്റ് ആറായിരിക്കും കൊടുക്കുക. എന്തുകൊണ്ടായിരിക്കും ആറ് കൊടുക്കുക? ആറാണോ ശരി? അല്ലെങ്കിൽ ഈസാണോ, വേറാണോ, ഹാവ് ബീൻ ആണോ ശരി? എന്തുകൊണ്ടായിരിക്കും ആറ് തെറ്റാണ്. എന്തുകൊണ്ടാണ് ആറ് തെറ്റാവുന്നത്? ഇതിൽ നമ്മൾ ഓപ്ഷൻസ് നോക്കിയാൽ എന്താണ്? ദ ടീം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ആറ് കൊടുക്കാനുള്ള കാരണം എന്തായിരിക്കും? ടീം എന്ന് തോന്നുമ്പോൾ എന്താണ്? ഒരു പ്ലൂറലായിട്ടുള്ള സംഭവമാണല്ലോ. കുറേ ആൾക്കാരുണ്ടാവല്ലോ ടീമിൽ. അതിൻ്റെ അടിസ്ഥാനത്തിൽ മിക്കവാറും ആൾക്കാർ ആറായിരിക്കും കൊടുക്കുക. പക്ഷെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഈസാണ്. എന്തുകൊണ്ടാണ് ഈസ് നമ്മുടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്? ഈസ് കറക്റ്റായിട്ട് വരാനുള്ള കാരണം എന്താണ്? ദ ടീം എന്നാണ് പറയുന്നത്. ദ ടീം എന്ന് വെച്ചാൽ എന്താണ്? ദ ടീം എന്ന് വെച്ചാൽ എന്താണ്? ഒരു സിംഗുലർ എൻറ്റിറ്റിയാണ്. എന്തുകൊണ്ടാണ്? ദ ടീം എന്ന് വെച്ചാൽ ഒരു കലക്റ്റീവ് നൗൺ ആയതുകൊണ്ട് തന്നെ ഏതാണ് കറക്റ്റ് ആൻസറായിട്ട് വരിക? ദ ടീം എന്നുള്ളതിന് കറക്റ്റ് ആൻസറായിട്ട് വരിക ഈസാണ് വരിക. ഈസ് എന്തുകൊണ്ടാണ് കറക്റ്റായി വരുന്നത്? അതൊരു കലക്റ്റീവ് നൗൺ ആയതുകൊണ്ട് സിംഗുലർ ആണ്. അപ്പം എന്താണ് വരിക? ഇവിടെ ആറിന് പകരം എന്താണ് വരിക? ഈസാണ് കറക്റ്റായിട്ടുള്ള ആൻസറായിട്ട് വരിക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് ദാറ്റ് യൂസസ് ആൻ ആഡ്വർബ്. ആഡ്വർബ് വരുന്നത് ഇതിലേതാണ്? ആഡ്വർബ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ക്രിയാവിശേഷണമാണ്. അതായത് ഒരു ആക്ടിവിറ്റിയെ നമ്മൾ വിശേഷിപ്പിക്കുന്നതാണ് എന്ത്? ഒരു വെർബ് എന്ന് വെച്ചാൽ എന്താണ്? വെർബ് എന്ന് വെച്ചാൽ ആക്ഷൻ അല്ലേ? ഈ ആക്ഷനെ വിശേഷിപ്പിക്കുന്നതാണ് എന്ത്? ആഡ്വർബ്. അപ്പോൾ ഇതിൽ എന്താണ്? ഓരോ ഓപ്ഷൻസ് നോക്കാം. ദ ഓൾഡ് മാൻ ഈസ് എ കെയർഫുൾ വർക്കർ. ഇതിൻ്റെ അർത്ഥം എന്താ? ഓൾഡായിട്ടുള്ള ആളെന്താണ്? ഒരു കെയർഫുൾ വർക്കറാണ്. ഇത് ഒരു ആഡ്വർബാണ്. അല്ല എന്താണ്? ഇയാളെ വിശേഷിപ്പിക്കുകയാണെന്ത്? അയാളെ നല്ലൊരു വർക്കറാണ്. അപ്പോൾ ഇതെന്താണ്? തെറ്റാണ്. നെക്സ്റ്റ് നോക്കാം. ദ വെദർ ഈസ് നൈസ്. നല്ല കാലാവസ്ഥയാണ്. അതിലെന്തെങ്കിലും എന്തെങ്കിലും ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടോ? ഇല്ല. അപ്പം എന്താണ്? അതും എന്താണ്? തെറ്റാണ്. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. ദ ഡിഷ് ടേസ്റ്റ് ഡെലീഷ്യസ്. അതായത് നല്ല അടിപൊളിയാണ് ഡിഷ്, അടിപൊളിയാണ് ഈ വിഭവം എന്നുള്ളത്. അതും എന്താണ്? ഡിഷ് എന്താണ്? അടിപൊളിയാണെന്നാണ് പറയുന്നത്. അതിലെന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ? ഇല്ല, അതിലും ആക്ടിവിറ്റീസ് ഇല്ല. പക്ഷേ ലാസ്റ്റ് ഓപ്ഷൻ എന്താണ്? കറക്റ്റാണ്. എന്തുകൊണ്ട്? ജോൺ റൺസ് ഫാസ്റ്റ്. അതെന്താണ്? അതിൽ എന്തിനാണ് വിശേഷിപ്പിക്കുന്നത്? ജോൺ ചെയ്യുന്ന ആക്ടിവിറ്റി എന്താണ്? റൺസാണ്. ആ റൺസിന് എന്തായിട്ട് വിശേഷിപ്പിക്കുന്നു? ഫാസ്റ്റായിട്ട് വിശേഷിപ്പിക്കുന്നു. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് വരിക ഡി ആണ് ആൻസറായിട്ട് വരിക. നെക്സ്റ്റ് നോക്കാം. ഐ ഹാവ് ടോക്ക് ടു ഹിം ഡാഷ് ടൈംസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? മോറാണോ, മച്ചാണോ, സമ്മാണോ, സെവറൽ ആണോ? ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് സെവറൽ ടൈംസ് ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് നോക്കാം. അഡ്വാൻസ്. ഇതെന്താണ്? ഒരു ഫ്രേസൽ വേർബ്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിലെന്താണ്? പുട്ട് ഓൺ ആണോ, പുട്ട് ഓഫ് ആണോ, സെറ്റ് ഔട്ട് ആണോ, പുട്ടിൻ ആണോ? അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് പുട്ടിൻ എന്ന് വെച്ചാൽ എന്താണ്? അവർ തയ്യാറാണെന്ത്? ഫേമിലേക്ക് കുറേ അധികം പൈസ ഇങ്ങോട്ടിടുക എന്നുള്ള അർത്ഥത്തിൽ വരുന്നത് എന്താണ്? പുട്ടിൻ. നെക്സ്റ്റ് നോക്കാം. മൈ നെയ്ബർ ഈസ് ഡാഷ് യൂണിവേഴ്സിറ്റി എംപ്ലോയി. അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് എന്താണ്? മൈ നെയ്ബർ ഈസ് ഡാഷ് എ യൂണിവേഴ്സിറ്റി എംപ്ലോയി ആണോ, ആൻ യൂണിവേഴ്സിറ്റി എംപ്ലോയി ആണോ, ദ ആണോ, അല്ലെങ്കിൽ ആർട്ടിക്കിൾ ഇല്ലേ? ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് എ ആണ്. എന്തുകൊണ്ടാണ്? മൈ നെയ്ബർ എന്ന് വെച്ചാൽ എന്താണ്? അയാൾക്കുള്ള ഒരേ ഒരു നെയ്ബറാണ് എന്ത്? അയാളെ ജോലിയാണെന്ത്? ഒരൊറ്റ ആളായതുകൊണ്ട് അവിടെ നമ്മൾ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നു? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൈ നെയ്ബർ ഈസ് ഡാഷ് യൂണിവേഴ്സിറ്റി എംപ്ലോയി. ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് എന്തായിരിക്കും? മൈ നെയ്ബർ ഈസ് എ യൂണിവേഴ്സിറ്റി എംപ്ലോയി. എന്തുകൊണ്ടാണ്? ഇവിടെ ഒരൊറ്റ സിംഗുലർ ഫോം ഉള്ളത് കൊണ്ട് എ ആണ് ഇവിടെ ആൻസറായിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വേർഡ് ഈസ് എ സിനോണിം ഫോർ അബണ്ടന്റ്? അബണ്ടന്റ് എന്ന് വെച്ചാൽ എന്താണ്? ധാരാളം.
ധാരാളം എന്നുള്ള അർത്ഥം വരുന്നതാണ് എന്ത് അബണ്ടൻ്റ്. അബണ്ടൻ്റ് എന്ന് വെച്ചാൽ ധാരാളം. അപ്പോൾ അതേ സെയിം മീനിങ് ആയിട്ട് വരുന്നത് എന്താണ് സ്കെയർ ആണ്. സ്കേസിറ്റി എന്ന് വെച്ചാൽ എന്താണ് കുറച്ച് എന്നുള്ളത്. റെയർ എന്ന് വെച്ചാൽ എന്താ അപൂർവമായിട്ടുള്ളത്. അപ്പോൾ അതല്ല. ലക്ഷറി എന്ന് വെച്ചാൽ നല്ല ലക്ഷൂറിയസ് ആയിട്ട് അടിപൊളിയായിട്ടുള്ള അതാണോ? എന്താണ് സെയിം മീനിങ് ആയിട്ട് വരുന്നത് പ്ലെൻറ്റി. പ്ലെൻറ്റി എന്ന് വെച്ചാൽ എന്താണ് കുറേ ഉണ്ടെന്ന്. കുറേ ഉണ്ട് എന്നുള്ള അർത്ഥം വരുന്നത് എന്താണ് അബണ്ടൻറ്റ്. അപ്പോൾ സ്കെയർ എന്ന് വെച്ചാൽ കുറച്ച്, റെയർ എന്ന് വെച്ചാൽ അപൂർവമായിട്ടുള്ള, ലക്ഷറി എന്ന് വെച്ചാൽ ലക്ഷൂറിയസ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള അതല്ലല്ലോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ് സെയിം സിനണിം ചോദിച്ചതുകൊണ്ട് അതിൻ്റെ ആൻസർ ആയിട്ട് വരും എന്താണ് പ്ലെൻറ്റി. എന്താണ് ഇഫ് ഐ വേർ യു ഡാഷ് എന്താണ് ഐ വിൽ ടേക്ക് അപ്പ് ദ ജോബാണോ, ഐ വുഡ് ടേക്ക് അപ്പ് ദി ജോബാണോ, ഐ വിൽ ഹാവ് ടേക്കൺ ദ ജോബാണോ, ഐ വുഡ് ഹാവ് ടേക്കൺ ദ ജോബാണ്. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ് ഐ വുഡ് ടേക്ക് അപ്പ് ദി ജോബ്. ബി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. എന്തുകൊണ്ടാണ് ഇഫ് ഐ വേർ യു കണ്ടാൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ക്വിക്ക് ടിപ്പായിട്ട് പറഞ്ഞുതരാം. ഇഫ് ഐ വേർ യു കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം, വുഡിൻ്റെ കൂടെ എന്താണ് യൂസ് ചെയ്യേണ്ടത്, വുഡ് പ്ലസ് വേർബാണ് വരിക. അപ്പോൾ വുഡും വെർബും വരുന്ന ഓപ്ഷൻ ഏതാണ് ഇതിൽ വരുന്നത്, ഇതിൽ ഓപ്ഷനിൽ വരുന്നതാണ് എന്ത് 135 ബി ആണ് ഈ ഓപ്ഷൻസ് വരുന്നത്. നെക്സ്റ്റ് നോക്കാം 136. ദ കൺസേർട്ട് ഡാഷ് ദാൻ ഐ എക്സ്പെക്റ്റഡ്. എന്താണ് ദ കൺസേർട്ട് വാസ് ഡാഷ്. എന്താണ് ഗുഡ് ആണോ, ബെറ്റർ ആണോ, ബെസ്റ്റ് ആണോ? ഇവിടെ ഏറ്റവും യോജിക്കുന്നത് എന്താണ് ബെറ്റർ ആണ്. അതായത് അവൻ വിചാരിച്ചതിനെക്കാട്ടിൽ അടിപൊളിയായിരുന്നു എന്ത് കൺസേർട്ട്. നെക്സ്റ്റ് ചോദ്യം നോക്കാം 137. ബൈ ദ ടൈം ഹി റീച്ചസ് ദി സ്കൂൾ ദ ക്ലാസ് ഡാഷ്. എന്താണ് വിൽ സ്റ്റാർട്ട് ആണോ, വിൽ ബി സ്റ്റാർട്ടഡ് ആണോ, വിൽ ഹാവ് സ്റ്റാർട്ടഡ് ആണോ, വിൽ ഹാവ് ബീൻ സ്റ്റാർട്ടിങ് ആണോ? അന്നിപ്പോൾ നമ്മൾ ഈ ചോദ്യത്തിൽ നോക്കാം ബൈ ദ ടൈം. ഇതിലൊരു ഇൻഡിക്കേറ്റർ ഉണ്ട് ബൈ ദ ടൈം. അതായത് അവിടെ ആ സമയം ആവുമ്പോഴേക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിക്കുക. എന്താണ് സംഭവിക്കുക? അപ്പോൾ ഇവിടെ എന്താണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ് വരിക. അതായത് അവന് സ്കൂളിൽ എത്തുമ്പോഴേക്കും എന്തായിരിക്കും ക്ലാസ് വിൽ ഹാവ് സ്റ്റാർട്ടഡ് ആരംഭിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ലോജിക്കിൽ വരുന്ന ഏതാണ് വിൽ ഹാവ് സ്റ്റാർട്ടഡ് ആണ് 137ൻ്റെ യൂസേജ്. നെക്സ്റ്റ് നോക്കാം. ഷീ വെൻറ്റ് ടു ദി സ്റ്റോർ ടു ബൈ ഡാഷ് എക്സ്. എന്താണ് സം എക്സ് ആണോ, ഇനി എക്സ് ആണോ, മച്ച് എക്സ് ആണോ? ഏതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക സം എക്സ്. നെക്സ്റ്റ് നോക്കാം. The new employee are qualified but not experienced. Identify the type of error. ഇതിൽ എന്ത് ഇററാണ് വന്നിട്ടുള്ളത്? സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ആണോ, ടെൻസിൻ്റെ ഇറർ ആണോ, മോഡിഫയർ ഇറർ ആണോ, പ്രോനൗൺ ആണോ? ഇതിൻ്റെ ആൻസർ എന്താണ് ദ ന്യൂ എംപ്ലോയി ആർ ക്വാളിഫൈഡ്. അതിൽ തന്നെ തെറ്റ് എന്താണ് ദ ന്യൂ എംപ്ലോയി. എംപ്ലോയി എന്ന് വെച്ചാൽ എന്താണ് പിന്നെ സിംഗുലർ ആണോ പ്ലൂരൽ ആണ്? എംപ്ലോയി എന്ന് വെച്ചാൽ എന്താണ് സിംഗുലർ ആണ്. സോ അവിടെ ആറല്ല യൂസ് ചെയ്യുക, എന്താണ് ഈസാണ് യൂസ് ചെയ്യുക. അപ്പോൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ആണ് ഇതിൽ തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ദ സ്ട്രൈക്കിംഗ് എംപ്ലോയീസ് ആർ നോട്ട് റെഡി ടു ഈൽഡ് ഓൾ നെഗോസിയേഷൻസ്. എന്താണ് ഇൻ കേസ് ആണോ, അണ്ടിലാണോ, ഡിസ്പൈറ്റ് ആണോ, അൺലെസ് ആണോ? എന്താണ് ഡിസ്പൈറ്റ് ആണ്. ഡിസ്പൈറ്റ് അതായത് എംപ്ലോയീസ് എന്തൊക്കെ ശ്രമിച്ചിട്ടോ ഒരു കാരണവശാലും എന്താണ് അവരൊരു സമവായത്തിലേക്ക് എത്തുന്നില്ല. അപ്പോൾ എന്താണ് ആൻസർ സി ആണ് ആൻസർ. നോക്കാം 141. ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് ഇൻ പാസീവ് വോയിസ്. പാസീവ് വോയിസുള്ള സെൻറ്റൻസ് ഏതാണെന്നതിൽ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ആക്റ്റീവ് എന്ന് വെച്ചാൽ എന്താണ് അതിൽ സബ്ജക്റ്റ് ആക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. പാസീവിൽ എന്തായിരിക്കും ലേസി ആയിരിക്കും. അപ്പോൾ ലേസി ആയിട്ട് വരുന്നത് ഇതിൽ ഏതാണെന്ന് ഒന്ന് കണ്ടെത്തിയാൽ ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താം. ആദ്യത്തെ ഓപ്ഷൻ നോക്കാം. ദ ഗാർഡനർ വാട്ടേർഡ് ഓൺലി ദ ഫ്ലവറിങ് പ്ലാന്റ്. അപ്പോൾ ഇവിടെ ഗാർഡനർ എന്താണ് ഒരു ആക്റ്റീവ് ആയിട്ടുള്ള പ്രവൃത്തിയിൽ ഏർപ്പെടുന്നില്ലേ? അപ്പോൾ അതല്ല അതിൻ്റെ ആൻസർ. ദ പ്ലാൻ വാസ് എക്സ്പ്ലെയിൻഡ് ഇൻ ഡീറ്റെയിൽ. ഇതാണോ വരുന്നത്? അല്ല ബാക്കി ഓപ്ഷൻസ് നോക്കാം. ഷീ ഹാസ് ജോയിൻഡ് എ ന്യൂ ഫേം. അവൾ എന്തിൽ ചേർന്നു ഒരു ഫേമിൽ, പുതിയ ഫേമിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ആക്റ്റീവായിട്ട് എന്തായി ജോയിൻ ചെയ്തു. ഹീ വിൽ അറ്റൻഡ് ദ മീറ്റിംഗ്. അവൻ എന്താണ് മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഓപ്ഷൻ ആയിട്ട് വരുന്ന ഏതാണ് ബി ആണ്. ദ പ്ലാൻ വാസ് എക്സ്പ്ലെയിൻഡ് ഇൻ ദ ഡീറ്റെയിൽ. ഇതിൽ പ്ലാൻ എന്ന് വെച്ചുള്ള സബ്ജക്റ്റ് എന്താണ് ആക്റ്റീവ് ആണ് അല്ലല്ലോ, പ്ലാൻ അല്ലല്ലോ അത് എക്സ്പ്ലെയിൻ ചെയ്ത്. അപ്പോൾ എന്താണ് ആൻസർ ആയിട്ട് വരിക ബി ആണ് അതിന് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സെൻറ്റൻസസ് യൂസസ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അതായത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇതിൽ ഏതാണെന്നാണ് യൂസ് ചെയ്യുന്നത്. ഐ റീഡ് എ ബുക്ക് യെസ്റ്റർഡേ. ഇത്
പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. ഇവൻ ഇന്നലെ ഒരു ബുക്ക് വായിച്ചിട്ടുണ്ട് എന്നുള്ളത്. അത് പാസ്റ്റ് കണ്ടിന്യൂസ് അല്ലല്ലോ, പാസ്റ്റ് ആണ്. ഓക്കെ. നെക്സ്റ്റ്, ഐ വാസ് റീഡിങ് എ ബുക്ക് വെൻ യു കോൾഡ് ഓൺ മീ. ഇതാവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻ നോക്കാം. ഹി ഈസ് ഗോയിങ് ടു റീഡ് എ ബുക്ക് ടുമാറോ. അവൻ ആ ഫ്യൂച്ചറിൽ ഒരു ബുക്ക് വായിക്കാൻ പോവും. അപ്പോൾ ഇതെന്താണ്? തെറ്റാണ്. ഷീ റീഡ്സ് എ ബുക്ക് എവരിഡേ. അതൊരെന്താണ്? അതും തെറ്റാണ്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ അവനെന്തായിരുന്നു? അവനൊരു ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇവനെ വിളിച്ചപ്പോൾ. അപ്പോൾ പാസ്റ്റിൽ ബുക്ക് വായിച്ചു, പ്രസൻറ്റിൽ എന്താണ്? അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ ആയിട്ട് വരുന്നത് ബി ആണ്. നെക്സ്റ്റ് നോക്കാം. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ടാഗാണ്. അപ്പോൾ ഇതിൽ നോക്കേണ്ടത് എന്താണ്? പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. ഇതെന്താണ്? ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണോ നെഗറ്റീവ് സെൻറ്റൻസ് ആണോ? ഇതെന്താണ്? ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ എന്താക്കണം? അത് നെഗറ്റീവ് ആക്കണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഡസിൻ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ നോക്കാം. ഡാഷ് ഈസ് ദ പോയം റിട്ടൺ ബൈ. അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഹൂ ഉണ്ട്, ഹൗ ഉണ്ട്, ഹും ഉണ്ട്, ഹുസ് ഉണ്ട്. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാ? ഹൂ ഈസ് ദ പോയം ഈസ് റിട്ടൺ ബൈ. അത് ഈ പോയം ആരിനാലാണ് റിട്ടൺ ചെയ്യപ്പെട്ടിട്ടുള്ളത്. നെക്സ്റ്റ് ഓപ്ഷൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദ വേർഡ് ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് പ്രൊഹിബിറ്റ്. പ്രൊഹിബിറ്റ് എന്ന് വെച്ചാൽ എന്താ? നിരോധിക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡ് എന്തായിരിക്കും? ഫോർബിഡ് ആണോ? ഫോർബിഡ് എന്ന് വെച്ചാൽ നിരോധനം തന്നെയാണ്. ഇതും നിരോധനം തന്നെയാണ്. ഡിസലോ എന്ന് വെച്ചാൽ അനുകൂലിക്കുന്നില്ല, അല്ല അനുവദിക്കുന്നില്ല. അപ്പോൾ അതുമല്ല എന്താണ്? പെർമിറ്റ്. പെർമിറ്റ് എന്ന് വെച്ചാൽ എന്താ? ഒരു കാര്യം വണ്ടി നമ്മൾ ഒരു കാര്യം അലോ ചെയ്യുക എന്നുള്ളതാണ് പെർമിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്.